ചോദിച്ചാൽ ഇല്ല, വേറെ ഏതെങ്കിലും വിഷയം ചോദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് അത് പറയുമല്ലോ. പ്രതിപക്ഷ എന്ത് അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്യാമ്പിലോ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലോ എവിടെയെങ്കിലും ഒന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഏരിയ സെക്രട്ടറിയെ കൊണ്ട് സ്വന്തം പേര് പൊക്കി പറയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ ഫ്ലഡ് കണ്ടവരാ. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലഡ് കണ്ടവനാ ഞാൻ. 75,000 പേരെ ക്യാമ്പില് എന്റെ നിയോജകമണ്ഡലത്തിലും അത്രയും പേരെ നിയോജകമണ്ഡലത്തിന് പുറത്തും ക്യാമ്പിൽ താമസിപ്പിച്ച ആളാ. ആദ്യത്തെ 3 ദിവസം ഒരു മണി അരി പോലും വരാതെ എറണാകുളത്തെ കൊടുങ്ങല്ലൂരിലെ മാർക്കറ്റിൽ നിന്ന് കടം മേടിച്ച് സാധനങ്ങൾ കൊടുത്ത ആളാ ഞാൻ. എന്നെ അദ്ദേഹം അന്ന് വന്നിട്ട് എന്താ പറഞ്ഞത്? ഇനി ഒരു കാര്യം, പ്രതിപക്ഷ നേതാവിന്റെ അന്നത്തെ പത്രസമ്മേളനത്തിൽ എന്തൊക്കെയായിരുന്നു? ഞാൻ ഇതിനേക്കാൾ വലിയ ഫ്ലഡ് കണ്ടിട്ടുള്ളവനാണ്. ആ ഫ്ലഡിന്റെ പേരും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് എൻ്റെ മെക്കെട്ട് കയറാൻ ആരും വിചാരിക്കേണ്ട, അല്ലെ എൻ്റെ മെക്കെട്ട് കയറി അങ്ങ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ആരും വിചാരിക്കേണ്ട എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പൂക്കി മുഖ്യൻ, പൂക്കി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേസാവുമല്ലോ, നമ്മുടെ മേനോൻ മകൻ അല്ലെ മേനോൻ സതീശൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ വലിയ രീതിയിൽ ഫ്ലഡ് കണ്ടിട്ടുള്ള ആളാണ്, ഫ്ലഡുകൾക്കിടയിൽ കൂടി ഇറങ്ങിയിട്ടുള്ള ആളാണ്, അരിമണി പോലും കിട്ടാത്ത ഇടത്ത് എൻ്റെ സ്വന്തം കാശ് കൊടുത്തുകൊണ്ടൊക്കെ അരിമണി മേടിച്ചുകൊണ്ട് എല്ലാവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു വലിയൊരു മഹാത്മാവാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പറയുന്നതിന് സതീശൻ ഈ പറയുന്ന ഒരു ന്യായീകരണ തൊഴിലാളികൾ മെഴുകാൻ വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ഈ സൈഡിലാണ് നാടി, ഒന്ന് കണ്ടുപോയിക്കേ. ഞങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ ഫ്ലഡ് കണ്ടവരാ. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലഡ് കണ്ടവനാ ഞാൻ. ആദ്യത്തെ 3 ദിവസം ഒരു മണി അരി പോലും വരാതെ എറണാകുളത്തെയും കൊടുങ്ങല്ലൂരിലെ മാർക്കറ്റിൽ നിന്ന് കടം മേടിച്ച് സാധനങ്ങൾ കൊടുത്ത ആളാ ഞാൻ. ക്യാമ്പിലേക്ക് മാത്രം മതി, ഇവിടെ ബാക്കിയുള്ള ജീവനുകൾ വേറെ ഉണ്ട്. 2018 മഹാപ്രളയത്തിൽ ഞാൻ വലിയ രീതിയിൽ എല്ലാവരെയും സഹായിച്ച ആളാണെന്ന് പറയുന്ന സതീശൻ ജിയുടെ ഒരു തനി സ്വഭാവമാണ് നിങ്ങളവിടെ കാണുന്നത്. വാഹനത്തിൽ കയറി ഇരുന്നുകൊണ്ട് എന്ത് തോന്നിവാസവും പറയാമെന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ നിൽക്കുന്ന ദുരന്ത ബാധിതരെ അവഗണിച്ചുകൊണ്ട് പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ അധികാരത്തിന്റെ ഹുങ്കൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനെ ഇയാളാണ് പറയുന്നത്, ഇതിനേക്കാൾ വലിയ ഫ്ലഡ് ഞാൻ കണ്ടിട്ടുള്ളവനാണ്, അതുകൊണ്ട് എന്നെ ഒന്നും പേടിപ്പിക്കാൻ നിൽക്കല്ലേ മക്കളെ എന്ന് പറഞ്ഞ് മെഴുകുന്നത്. പിണറായി വിജയൻ എന്തും പറയാം, അയാൾക്കത് പറയാമല്ലോ, അയാൾ ഇരുന്നോട് പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വേറൊരു വ്യാഖ്യാനവും. ന്യായീകരിച്ചോളൂ, ചോദ്യങ്ങളൊന്നുമില്ല. കാരണം നിങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന വെറും ഏഴാംകൂലികളാണെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് നിങ്ങളെന്ന് പറയാൻ പോലും കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും നാണക്കേടായിക്കൊണ്ടിരിക്കുകയാണ്. അറപ്പും വെറുപ്പുമാണ് അവർക്ക് എല്ലാവർക്കും. കാരണം ഒരു മുഖ്യമന്ത്രി എങ്ങനെയാവാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു പൂർത്തീകരണമാണ് വി ഡി സതീശൻ. അതായത് പിണറായി വിജയൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഈ കൊള്ളരുതായ്മയുടെയും അതേപോലെ തന്നെ കള്ളത്തരത്തിന്റെയും ഒക്കെ ഒരു ആൾ രൂപമാണ്, അല്ലെ ഒരു പൂർത്തീകരണമാണ് വി ഡി സതീശൻ. അതുപോലെ ആകാനായിട്ട് എന്നെ കിട്ടില്ല. ഞാൻ ആരുടെയും മുന്നിൽ ചിരിച്ചുകൊണ്ട് അവരെ പറ്റിക്കാനായിട്ട് ഞാൻ ഒരു വാക്കും പറയില്ല. ചെയ്യാൻ പറ്റുന്നതേ അവരുടെ അടുത്ത് പറയുകയുള്ളൂ, അത് മാത്രമേ ചെയ്തു കൊടുക്കുകയുള്ളൂ എന്നാണ് അന്ന് പിണറായി വിജയൻ സഖാവ് നിയമസഭയിൽ പറഞ്ഞത്. നമ്മളെല്ലാവരും കണ്ടൊരു വീഡിയോ ആണത്. അത് എത്രത്തോളം അർത്ഥവത്താവുന്നു അല്ലെങ്കിൽ എത്രത്തോളം സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ദിവസങ്ങളാണ്, അല്ലെ മനസ്സിലാവുന്ന സമയങ്ങളാണ് ഇന്ന് നമ്മളുടെ മുൻപിൽ കൂടി പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് സംജാതമായിരിക്കുന്നത്. അപ്പോൾ വി ഡി സതീശൻ വലിയ രീതിയിൽ വെള്ളപ്പൊക്കം കണ്ടവനാണെന്നും എൻ്റെ ആഹാരം കഴിക്കാൻ പോയ എൻ്റെ വിരുന്ന് സൽക്കാരത്തിനെ വരെ ന്യായീകരിച്ചുകൊണ്ട് പലരും പല രീതിയിൽ പറയുന്നുവെന്ന് പറഞ്ഞുകൊണ്ടും അതിനും ഒരു ന്യായീകരണവുമായിട്ട് പൂക്കി സതീശൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എനിക്കെന്താ ഫുഡ് കഴിക്കണ്ടേ, എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റുമോ, വെള്ളപ്പൊക്കമുള്ള സമയത്ത് പിണറായി വിജയൻ പട്ടിണിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല, ഇനിയുള്ള സമയത്ത് ഞാൻ ശ്രമിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെയും കേരളത്തിലെ ജനങ്ങളെ, മാധ്യമങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടും കേരളത്തിലെ ജനങ്ങളെ പരിഹസിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്ക് ഒരു മറുപടി കൊടുക്കുകയാണ് ഈ വി ഡി സതീശൻ. ഇങ്ങനെയായിരുന്നു പിണറായി വിജയൻ ചെയ്തത്. വി ഡി സതീശൻ അതിൻ്റെ കൂട്ടത്തിൽ അറ്റ് ദി സെയിം ടൈം എടുത്തു പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ഏതെങ്കിലും ഒരു ക്യാമ്പിൽ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഏതെങ്കിലും ഒരു ക്യാമ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ഞങ്ങളുടെ ക്യാമ്പുകളിൽ എല്ലാവരും എല്ലാ സജ്ജീകരണങ്ങളോടുകൂടിയും എല്ലാ നമ്മുടെ പാർട്ടി നേതാക്കന്മാരും എല്ലാ ആളുകളും എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. ഒരു പ്രശ്നവും ഒരു ക്യാമ്പുകളിലും ഇല്ല. എല്ലാവരെയും വേണ്ട രീതിയിൽ എങ്ങനെ നോക്കണമെന്ന് നോക്കിക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വി ഡി സതീശൻ പറയുമ്പോൾ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരേണ്ടി വരും. ഇന്ന് അധികം ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരുപാടിടങ്ങളിൽ കൂടി സഞ്ചരിച്ച ഒരു വീഡിയോ. എന്തായാലും ഞാൻ ആ അമ്മ പറയുന്ന വാക്കുകൾ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങളുണ്ടായിട്ടല്ലേ ഇവര് കേറി പോകുന്നു, ഇനി ഞങ്ങള് കണ്ടോളാം.
ഈ വീഡിയോ ഞാൻ എന്തുകൊണ്ടാണ് 2 തവണ നിങ്ങളെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ പിന്നിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ വീഡിയോ ഒരു CPIM നേതാവ് ആ അമ്മയും കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അല്ലെ ഇന്ന് മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതിൽ CPM നേതാവ് പിണറായി വിജയന് വേണ്ടി വാഴ്ത്തുപാട്ട് പാടണമെന്ന് ആ അമ്മച്ചിയും കൊണ്ട് പറയിപ്പിച്ചതാണെന്നാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ആരാണ്? സൈബർ പോരാളി മക്കളായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ അല്ല വലതുപക്ഷത്തിൻ്റെ അടിമകൾ, വലതുപക്ഷത്തിൻ്റെ ക്യാപ്സ്യൂൾ വിഴുങ്ങികളായിട്ടുള്ള അന്തം കൊങ്ങികളാണ്, അല്ലെങ്കിൽ അന്തം അടിമകളാണ് ഈ അമ്മച്ചിയും കൊണ്ട് ഈ രീതിയിൽ പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ അമ്മച്ചി ഈ പറയുന്നത് മാത്രമാണ് വലിയ രീതിയിൽ ആഘോഷമാക്കിക്കൊണ്ട് പലരും പറയുന്നത്. VD സതീശനും എടുത്ത് പറഞ്ഞല്ലോ, ഒരു ക്യാമ്പുകളിലും ഒരു പ്രശ്നവുമില്ല, എല്ലാവരും നല്ല രീതിയിലാണ് പോകുന്നത്, നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കോളൂ എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഞാൻ എന്തായാലും നിങ്ങളെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. VD സതീശൻ പറയുന്ന എല്ലാം ഓക്കെ ആണെന്ന് പറയുന്ന VD സതീശൻ കാണേണ്ട ഒരു കാര്യം ഒന്ന് കാണിച്ചു തരാം. VD സതീശൻ മാത്രമല്ല, ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളികൾ കാണേണ്ട ഒരു കാഴ്ച കൂടിയാണ്. ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ആൾ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ച് അവിടെ മീഡിയകൾ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കറക്റ്റ് പോയി. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. കുത്തിത്തിരിപ്പ് യാഥാർത്ഥ്യം കേട്ടോ. സംസാരിക്കാനൊക്കെ ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവളെന്നെ കൊല്ലും. അതാ ഞാൻ അവരോട് പറഞ്ഞത് വേണ്ട പറയല്ല എന്ന് പറഞ്ഞത്. അവളെ ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അക്ഷരം മിണ്ടരുത്. ഞാൻ പറയുമെന്ന് അവർക്ക് അറിയാം, അറിയുമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് അവള് എന്നെ എപ്പോഴും വെള്ളം കയറിയപ്പോ പിന്നെ 14 ദിവസം എന്താ വാരുന്നു വേണ്ടേ, ഓണം പോലെയാണ്. ലാസ്റ്റ് പോകാൻ നേരത്തുണ്ടല്ലോ ചാക്ക് കണക്കിന് ആ സാധനം ഇവിടെ കിടന്നത് ഓരോ മനുഷ്യർക്ക് വാരിക്കൊടുക്കും. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കനത്ത മഴയിൽ തൃശ്ശൂരിൽ ആശ്രയമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ മാരാങ്കോട് താമസിക്കുന്ന കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്. താൽക്കാലിക ഷെഡുകളിലെ തറയിൽ നിന്ന് ഉറവ ഒലിച്ചിറങ്ങിയതോടെ വീടിനുള്ളിൽ കഴിയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ. 10 ദിവസത്തിനകം പ്രശ്നപരിഹാരം ഒരുക്കുമെന്ന മന്ത്രി കെ തുളസിയുടെ ഉറപ്പും പാഴ്വാക്കായി. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അതിഥി തൊഴിലാളികളടക്കം ദുരിതത്തിലാണ്. 2 ദിവസമായി ഭക്ഷണമടക്കം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഉയരുന്നത്. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. 4 മണിക്ക് പറഞ്ഞു 4 മണിക്ക് തരത്തിൽ നടക്കുന്നു, 5 മണിക്ക് തരത്തിൽ നടക്കുന്നു കണ്ടില്ല. ഞങ്ങൾ 5:30 അവിടെ ഉണ്ട്. 5:30 പോയാൽ 6:30 ഇവിടുന്ന് പോലീസ് വരുന്നത്. അതുവരെ ഒരു തരത്തിലില്ല. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുള്ള അപകടത്തിൽ കണ്ടില്ലേ? നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചില നുണപ്രചരണങ്ങളാണ്. ഇത് സാധാരണ ഒരു സംഭവം ഉണ്ടായ സമയത്തുള്ളൊരു നുണപ്രചരണമല്ല. കേരളത്തിനെ മുഴുവൻ വെള്ളത്തിലാഴ്ത്തിയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കേരളം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സമയത്തും അയാൾ വീണ്ടും തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്താണോ അയാളുടെ ബ്ലഡിലുള്ളത് ആ സാധനം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നുണകൾ പറഞ്ഞുകൊണ്ട്, നുണകളുടെ ഒരു കോട്ടകൾ കെട്ടിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരും മന്ദബുദ്ധികളും മൂഢന്മാരും ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾ ഒരു വെള്ളത്തിലൊരു വര വരച്ചിട്ട് ആ വര അവിടെ കിടപ്പുണ്ട്, എന്നും അവിടെ കിടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ കുറച്ച് അടിമ അണികൾ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും സതീശൻ ജി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളും അത് വിശ്വസിക്കാൻ നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഇവിടെയുള്ളവരെല്ലാവരും അങ്ങ് ബാറിൽ വെള്ളം കുടിച്ച് കിടക്കുന്നവരല്ല. എല്ലാവരും നല്ല ഒന്നാം തരം റേഷനരിയും കഴിച്ച് നല്ല ചോറ് തന്നെ കഴിച്ച് ജീവിക്കുന്നവരാണ്. പിണറായി വിജയൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തും വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അന്ന് ആരെങ്കിലും ഒരു പരാതിയുമായിട്ട് ഏതെങ്കിലും മാധ്യമങ്ങളുടെ മുൻപിൽ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, പിണറായി വിജയൻ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് ഈ സംസ്ഥാന സമ്മേളനത്തിനും മറ്റ് പല സമ്മേളനങ്ങളിലുമൊക്കെ പോയിന്ന്. തെളിവുണ്ടോ സതീശൻ ജി നിങ്ങളുടെ കയ്യിൽ അത് കാണിക്കാനായിട്ട്? നിങ്ങളുടെ കയ്യിൽ തെളിവില്ലാതെ പിണറായി വിജയൻ മാധ്യമങ്ങൾ അറിയാതെയാണ് പോയതെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് ബുദ്ധിയുള്ള ജനങ്ങൾക്കറിയാം. കാരണം കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് പിണറായി വിജയന്റെ ചോര കുടിച്ച് ചീർത്ത് വരണമായിരുന്നു. അതിനുവേണ്ടി അധികാരത്തിൽ വന്ന അന്നു മുതൽ, അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അന്നുവരെയും പിണറായി വിജയനെതിരെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുവരാമോ, എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കാമോ അതെല്ലാം ചെയ്തിട്ടുള്ള മാധ്യമങ്ങളാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ. അപ്പൊ അങ്ങനെ പണിയെടുക്കുന്ന ഒരു മാധ്യമമായിട്ടുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പിണറായി വിജയൻ ആരോടും പറയാതെ ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ആരും അറിയില്ല എന്ന് VD സതീശൻ പറയുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ അത്ര മണ്ടന്മാരല്ല. പിണറായി വിജയൻ പോയിട്ടുണ്ട്. നിങ്ങളുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള K മുരളീധരൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പിണറായി വിജയൻ ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയരുത്. പിണറായി വിജയൻ ഫ്ലഡ് ഉണ്ടായി കിടക്കുമ്പോൾ ആ ഒരു ദുരന്ത ബാധിത പ്രദേശം സന്ദർശിക്കാൻ വേണ്ടി അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയും വിളിച്ചുകൊണ്ട് പോയി എന്ന് ആരോഗ്യമന്ത്രിയായിട്ടുള്ള K മുരളീധരൻ തന്നെ പറഞ്ഞല്ലോ. അതെ, അന്ന്
പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും എല്ലാ ആളുകളും, അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചാണ് ആ ഹെലികോപ്റ്റർ സഞ്ചരിച്ചത്. എന്നിട്ട് ഇന്ന് ഈ അധികാരത്തിൽ വന്ന സമയത്ത് അധികാര ദുർവിനിയോഗം നടത്താൻ വേണ്ടിയിട്ട് അതേ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് അമ്മായിയപ്പനെ കാണാൻ പോയിട്ട് ഇന്ന് വന്നിട്ട് പറയുകയാണ്, ഞാൻ അങ്ങനെ പോയിട്ടേ ഇല്ല, ഞാൻ മറ്റൊരു പരിപാടിക്ക് വേണ്ടി പോയതാണ്, നിങ്ങളത് വളച്ചൊടിച്ച് വേറെ രീതിയിലേക്ക് പറയരുതേ മാധ്യമങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. പൊന്ന് സതീഷ് സാറേ, നിങ്ങൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇവിടെ ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല, ഒരൊറ്റ കാര്യത്തിലെ പ്രശ്നമുള്ളൂ. നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടേ ഇല്ല, അത് ക്രിയേറ്റഡ് ആണെന്ന് മാത്രം പറയാതിരുന്നാൽ മതി. കാരണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇന്ന് പോയിട്ട് ഇന്നലെ വന്നിട്ട്, അല്ലെങ്കിൽ ഇന്നലെ പോയിട്ട് ഇന്ന് വന്നിട്ട് പറയുകയാണ് ഞാൻ അവിടെ പോയിട്ടേ ഇല്ല, അതൊക്കെ ചുമ്മാ ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്നതാണ്, പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെഴുകി കഴിഞ്ഞാൽ ഇതും വിശ്വസിക്കുന്ന കുറച്ച് അടിമകൾ നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ കേരളത്തിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ വരെ വെള്ളം കയറി മലിനജലം അണ്ണാക്കിൽ കൂടി പോയി വയറ്റിൽ ചെന്നാലും വി.ഡി. സതീശൻ എപ്പോഴും നല്ലതാണ്, നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിപ്പാട്ടുകൾ പാടുന്ന, അല്ലെ വാഴ്ത്തുപാട്ടുകൾ പാടുന്ന അടിമകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തോ വലുതങ്ങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ദുരിതത്തിൽ പെട്ടുപോവുകയാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു ക്യാപ്സ്യൂളായിരുന്നു ആ അമ്മച്ചി പറഞ്ഞൊരു കാര്യം. അമ്മച്ചി പറഞ്ഞു ഇവിടെ ഒന്നും കിട്ടുന്നില്ല, ക്യാമ്പിൽ ദുരിതത്തിലാണ്, പിണറായി വിജയൻ ഇങ്ങനെയല്ല ഞങ്ങളെ നോക്കിയത്. ആ പറഞ്ഞൊരു കാര്യം പിന്നീട് ആ അമ്മച്ചിയെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചതും ഇതേ വി.ഡി. സവർക്കറുടെ ആളുകൾ തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഈ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വിടില്ല, വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയുമെന്നൊക്കെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം, മേ ബി വാട്ടെവർ. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ആ അമ്മ അവസാനം സത്യം മീഡിയ വണ്ണിന്റെ മുന്നിൽ തന്നെ പറഞ്ഞു. ഇതൊരിക്കലും ഒരു കൈരളി ചാനൽ പോയിട്ടോ അല്ലെ റിപ്പോർട്ടർ ചാനൽ പോയിട്ടോ ഒന്നും കണ്ടുപിടിച്ചൊരു വാർത്തയല്ല. മീഡിയ വൺ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, വലതുപക്ഷ മാധ്യമ പ്രവർത്തകർ എന്ന് നമുക്ക് പറയാം. അതായത് ഈ വി.ഡി. സതീശനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ജയ് വിളിച്ചിട്ടുള്ള മാധ്യമങ്ങളായിട്ടുള്ള മീഡിയ വൺ പോലെയുള്ള ഒരു ചാനല് അവിടെ പോയിട്ട് ഈ കാര്യം ചോദിക്കുമ്പോൾ അമ്മച്ചി പറയുന്നുണ്ട്, എൻ്റെ മകൾക്കൊരു പഞ്ചായത്തിലൊരു ജോലിയുണ്ടേ, ആ ജോലിയെ എഫക്ട് ചെയ്യുമെന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരിക്കലും അമ്മച്ചി ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി പറയരുത്, കമാന്നൊരക്ഷരം മിണ്ടരുത്, അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജോലി അത് എഫക്ട് ചെയ്യും, അതുകൊണ്ട് അമ്മച്ചി മിണ്ടരുത്. അമ്മച്ചി പ്രതികരിക്കുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ അമ്മച്ചി എന്ത് വന്നാലും മിണ്ടരുതെന്നാണ് ആ മകൾ പറഞ്ഞത്. അതുകൊണ്ടാണ് മകൾ അറിയാതെ പറഞ്ഞൊരു കാര്യം മകൾ അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി അത് CPM നേതാവ് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നതെന്ന് ആ അമ്മച്ചിക്ക് പറയേണ്ടി, അല്ലെങ്കിൽ ആ അമ്മച്ചി പിന്നീട് മാധ്യമങ്ങൾക്ക് കൊടുത്ത റിപ്പോർട്ടിൽ അങ്ങനെ ഉണ്ടായത്. എന്നാൽ അതിനെ വലിയൊരു ക്യാപ്സ്യൂളാക്കി കണ്ടുകൊണ്ട് വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകൾ മെഴുകുകയാണ്. ഒരാളെയും കൊണ്ട് നിങ്ങളുടെ CPMന്റെ ഒരു നേതാവ് തന്നെ പറയിപ്പിച്ച് പറഞ്ഞ കുറേ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊളിഞ്ഞില്ലേ എന്ന്. ഈ വി.ഡി. സതീശൻ എനിക്കൊന്ന് പണ്ടത്തെ ചൈന സെറ്റും നമ്മുടെ ഇന്ത്യൻ സെറ്റും ഒക്കെ പോലെ, ഇന്ത്യൻ ഫോണും ചൈന ഫോണും ഒക്കെ പോലെയുള്ളൊരു അവസ്ഥയാണ്. എല്ലാം താമസിച്ചാണ്, ഹാങ് ആയിട്ടാണ് വി.ഡി. സതീശന് കിട്ടുന്നത്. എന്നാൽ നമുക്കൊക്കെയോ എല്ലാം നേരത്തെ കിട്ടും, അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടും. ആരോ വി.ഡി. സതീശൻ ഇത് വിനിമയം നടത്തുന്ന ആളുകൾ ഭയങ്കര സ്ലോ ആണ്. ആ സിസ്റ്റം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ വി.ഡി. സതീശൻ സാറേ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും. മാധ്യമങ്ങളുടെ മുൻപിൽ വരുമ്പോൾ ഇങ്ങനത്തെ പോഴത്തരം പറയേണ്ടി വരില്ല. എന്തൊരവസ്ഥയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. ഒരുപാട് വിഷമമുള്ള ഒരു അവസ്ഥയിലാണ് ഞാനും ഈ പറയുന്നത്. നമ്മുടെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു മനുഷ്യൻ നല്ലൊരു കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വില തോന്നണം. വി.ഡി. സതീശൻ എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ വില തോന്നും. പക്ഷേ പ്രവൃത്തിയാണ് ഏറ്റവും വൃത്തികെട്ട പ്രവൃത്തി. മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു പദം അലങ്കരിക്കണമെങ്കിൽ, അല്ലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു പദവി അലങ്കരിക്കണമെങ്കിൽ അത് വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് സുതാര്യമായിട്ടുള്ള രീതിയിലും ജനങ്ങളെ സേവിക്കുന്ന രീതിയിലും ആയിരിക്കണം. അല്ലാതെ പൊന്നാനിയിൽ പോയി ഫുഡ് കഴിക്കാനും സ്വന്തം അമ്മായിയപ്പനെ കാണാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ പോകാനും ആയിരിക്കരുത് അധികാരം ഉപയോഗിക്കേണ്ടത്. ഇതിനെ ശരിക്കും അധികാര ദുർവിനിയോഗം എന്ന് തന്നെ നമുക്ക് എടുത്ത് വിളിക്കേണ്ടി വരും. എന്തൊക്കെ ഇനിയും കണ്ടാൽ പറ്റും? എല്ലാം വികസന മാറ്റത്തിന് വേണ്ടിയിട്ട് വോട്ട് കുത്തിയ ആളുകളല്ലേ? കിട്ടിയല്ലോ, ശരിക്കും കിട്ടി, ബോധിച്ചല്ലോ. 5 വർഷവും ഇങ്ങനെ തന്നെയായിരിക്കും അനുഭവിച്ച മക്കളെ എല്ലാവരും.